नमस्कार। 10वीं कक्षा के मेरे प्यारे बच्चों, आपको इस साल की नई कक्षा की ओर हार्दिक स्वागत है। हम अपनी पहली कक्षा की ओर जाते हैं। क्या है, आपको पुस्तकें मिली है क्या? നിങ്ങള് പുസ്തകം എല്ലാവർക്കും കിട്ടിയോ? ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ക്ലാസ് ആദ്യത്തിലേക്ക് തുടങ്ങാം। पिक्टेस चैनल में आने वाले सभी कक्षाएं आप देखने होंगे അല്ലേ? നിങ്ങൾ കണ്ടു കാണുമായിരിക്കാം। പിക്टेस ചാനലിൽ വന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കാം। എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പേ എന്നെ ഏതായാലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെ നല്ല പരിചയമുള്ള കുട്ടികൾ തന്നെയാണ്. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. നോക്കൂ, നമ്മൾ ആദ്യം അതിനു മുമ്പേ ഞാൻ നിങ്ങളോട് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് മേ ജാനെ കെ പെഹലെ, ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകുന്നതിന് മുമ്പ്, ക്യോങ്കി आप लोग 10वीं कक्षा के छात्राएं हैं നിങ്ങൾ 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്. आपके लिए मार्च माह में महीने में क्या होना है, पब्लिक एग्जाम भी होना है, आपको लिखना है. ഇപ്പോഴത്തെ ഈ സാഹചര്യം എന്താണോ എന്തായിക്കോട്ടെ, നമുക്ക് എന്തായാലും ഒരു പബ്ലിക് എക്സാമിനെയാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എങ്ങനെയായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ക്ലാസ്സിൽ നമുക്ക് ആകെ 5 ഇക്കായിയാണ് പഠിക്കാനുള്ളത്, 5 യൂണിറ്റുകൾ. 5 യൂണിറ്റുകളിലായിട്ട് മൊത്തം 11 പാഠങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത്. 8 ഗദ്യഭാഗങ്ങളും 3 പദ്യഭാഗങ്ങളും, അങ്ങനെ ടോട്ടൽ 11 പാഠങ്ങൾ. ഈ 11 പാഠങ്ങളിൽ നിന്നും ചോദ്യം എങ്ങനെയായിരിക്കും? പ്രശ്ന कैसे आते हैं आपको परिचित है, क्योंकि नवी कक्षा के प्रश्न पत्र आपको याद होंगे. ठीक है, 3ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ കഴിയും എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഒരു പാഠത്തിൻ്റെ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു കുറച്ച് വരികൾ തന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട്, ആ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, 1 വേർഡ് ക്വസ്റ്റ്യൻ, അതിനെന്താ പറയുന്നത്, ബഹുവികൽപ്പ പ്രശ്നം എന്നാണ് പറയുന്നത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. പിന്നെ 2 മാർക്കിൻ്റെ വിശ്ലേഷണാത്മക വ്യാഖ്യാത്മക ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ. പിന്നെ വരുന്നതാണ് പ്രോക്തിപര പ്രശ്നം. പ്രോക്തി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഈ വാക്ക് പ്രോക്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല, പക്ഷേങ്കിൽ प्रोक्तिपर प्रश्न को से आप परिचित है, क्योंकि आप लोग पत्र लिखते हैं, वार्तालाप लिखते हैं, पटकथा लिखते हैं, डायरी लिखते हैं, पोस्टर लिखते हैं. यही सभी प्रोसेस को क्या कहते हैं? प्रोक्ति कहते हैं. ഈ ഓരോ ഇതിനെയുമാണ് പ്രോക്തികൾ എന്ന് പറയുന്നത്. അപ്പം 4 മാർക്കിൻ്റെ ഒരു ഡിസ്കോഴ്സ് ലെവൽ അല്ലെങ്കിൽ പ്രോക്തിപര ചോദ്യവുമായിരിക്കും നിങ്ങൾക്ക് ഒരു പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കഴിയുന്നത്. അതുകൂടാതെ വ്യാകരണാത്മക പ്രശ്നം ഉണ്ടാവും, പിന്നെ ഗ്രാമറ്റിക്കൽ ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതല്ലാതെ പിന്നെ പുറത്തുനിന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇത് തന്നിട്ട് പിന്നെ വാക്യ പിരമിഡ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പരിചിതമാണ്. ആ പരിചയമുള്ള ക്വസ്റ്റ്യൻസിനെയാണ് ഒന്നുകൂടി 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നത്. എന്തായാലും जो भी हो, हम अपनी पहली इकाई की ओर जाते हैं. पहली इकाई इस प्रकार शुरू होते हैं. ആദ്യത്തെ യൂണിറ്റ് ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്. നോക്കൂ, ഇക്കായി एक चित्र के साथ चित्र के नीचे कुछ पंक्तियां भी दिए गए हैं. ഒരു ചിത്രമുണ്ട്, അതിൻ്റെ താഴെയായിട്ട് കുറച്ച് വരികളും എഴുതിയിട്ടുണ്ട്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, 2 स्कूली बच्चे हैं. ठीक है ना, 2 स्कूली बच्चे हैं और इस प्रकार क्या करते हैं, वे दोनों आपस में अपना प्यार बांटते हैं. പരസ്പരം തങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കപ്പെടുന്ന 2 കുട്ടികളാണ് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ, इस प्रकार है आपकी पहली पंक्ति. प्यार बारिश की पहली बूंदों में है, प्यार फूलों की खुशबू में है, प्यार ढलते सूरज की किरणों में है, प्यार हर नए दिन की उम्मीद में है. देखिए बच्चों, किसके बारे में कहते हैं? हर एक पंक्ति में आने वाला शब्द है प्यार. അല്ലേ? എല്ലാ വരികളിലും ആവർത്തിച്ചു വന്നിരിക്കുന്ന വാക്കാണ് പ്യാർ എന്ന് പറയുന്നത്. इसी से हम समझ सकते हैं इस
പങ്ക്തിയാം പ്യാർ കെ ബാരെ മേ കഹത്തെ ഹെ. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം എന്തിനെ കുറിച്ചാണ് പറയുന്നത്. പ്യാർ എന്ന് പറയുന്ന ആ വികാരത്തെക്കുറിച്ച്, സ്നേഹം എന്ന മഹത്തായ വികാരത്തെക്കുറിച്ചാണ് ഇവിടെ ഈ വരികളിൽ പറയുന്നത്. നമുക്കറിയാം സ്നേഹത്തിന് പല എന്താണ് ഇതുണ്ട് അല്ലേ, ഭേദങ്ങളുണ്ട്, വകഭേദങ്ങളുണ്ട്. പ്യാർക്കെ വിഭിന്ന പ്രകാർ ഹോത്തെ ഹെ. മാ ബാപ് കാ പ്യാർ, ഭായി ബഹനോं का प्यार, माता पति पत्नी का प्यार, मित्रों का प्यार, इस प्रकार प्यार के विभिन्न रूप होते हैं. उसमें सबसे खूबसूरत और महत्वपूर्ण रूप है मित्रता. അല്ലേ, നമ്മൾക്ക് ഏറ്റവും മനോഹരമായ ഒരു സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃക എന്ന് പറയുന്നത് സൗഹൃദം എന്ന് തന്നെയാണ് അല്ലേ, നല്ല മിത്രങ്ങൾ ഉണ്ടാവുക എന്നതാണ്. അത് തന്നെയാണ് ഇതിൽ നമുക്ക് പ്യാർ എന്നതിലേക്ക് എന്താണ് ഈ വരികളിൽ നോക്കാം. പ്യാർ പ്യാർ ബാരിഷ് കി പെഹ്ലി ബൂന്തോ മേ ഹെ. പ്യാർ എവിടെയുണ്ട്? നിങ്ങൾക്ക് ഈ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളിലും ഹരേക്ക് ചീസോं पर प्यार देख सकते हैं. പ്രകൃതി की बारिश के पहली बूंदों में प्यार देख सकते हैं. മഴയുടെ ആദ്യ കണങ്ങളിൽ, ആദ്യ തുള്ളികളിൽ നിങ്ങൾക്ക് प्यार സ്നേഹത്തെ കാണാം. प्यार फूलों की खुशबू में है. महताയ പൂവിൻ്റെ सबसे बड़ी विशेषता है फूलों की खूबसूरती. क्या है? खुशबू അല്ലേ, അതിൻ്റെ സുഗന്ധം എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ രൂപം എന്ന് പറയുന്നത്. ആ മനോഹരമായ രൂപത്തിൽ നിങ്ങൾക്ക് എന്തിനെ കാണാൻ കഴിയും? പ്യാർ. और प्यार ढलते सूरज की किरणों में है. അസ്തമന സൂര്യൻ്റെ കിരണങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു മനോഹരമായ ദൃശ്യമാണ്. ആ ദൃശ്യങ്ങളിലും എന്തിനെ കാണാൻ കഴിയും നമുക്ക്? प्यार देख सकते हैं. प्यार हर नए दिन की उम्मीद में है. हर नए दिन കുച്ച് ഉമ്മീദോं के साथ हम जागते हैं അല്ലേ, കുറച്ച് പ്രതീക്ഷകളോടുകൂടിയാണ്. എല്ലാ ദിവസവും രാവിലെ നമ്മൾക്ക് പലവിധ പ്രതീക്ഷകളോടുകൂടി പുത്തൻ പ്രതീക്ഷകളുമായാണ് പുലരുന്നത്. ആ പുത്തൻ പ്രതീക്ഷകളിലൊക്കെ തന്നെയും എന്തുണ്ട്? പ്യാറുണ്ട്. അപ്പം പ്യാർ എന്ന് പറയുന്ന മഹത്തായ ആ വികാരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ കഹാനിക്ക് ശുരുവാത് കർത്തേ ഹേ പെഹ്ലി. ഒന്നാമത്തെ യൂണിറ്റിൽ ഒരു കഥയെയാണ് പരിചയപ്പെടുന്നത്. പ്രഭാത് എന്ന് പറയുന്ന യുവകവി എഴുതിയ കവിയൊക്കെ സാത്ത് സാത്ത് വേഗ കഹാനികാർ ബി ഹെ. കവിയാണ് എങ്കിൽ അദ്ദേഹം ഒരു കഹാനികാറാണ്. ആ കഥാകൃത്ത് എഴുതിയ ബീർ ബഹൂട്ടി എന്ന പാഠത്തിലൂടെ നമ്മൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ ആദ്യ പാഠം ആരംഭിക്കുകയാണ്. ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു ലേഡി ബഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതിനെ ഒരു തരത്തിലുള്ള വണ്ടാണ്, ഒരു ചുമന്ന തരത്തിലുള്ള വണ്ട്. അത് എപ്പോഴാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ മഴ സീസണിലാണ്. നനഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ ചുറ്റുപാടുമൊക്കെ നമ്മൾ കാണുന്ന ഒരു വണ്ടാണ് ബീർ ബഹൂട്ടി എന്ന് പറയുന്നത്. ബീർ ബഹൂട്ടി की नाम सुनते ही आप लोगों के मन में जरूर एक विचार आ जाए कि यह बीर बहूटी के बारे की कहानी है അല്ലേ. നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായും ഇപ്പം വന്ന ഒരു വിചാരം എന്ന് പറയുന്നത് ഇത് ബീർ ബഹൂട്ടിയുടെ കഥയാണ് എന്നാണ്. ठीक है, हम देखें किसकी कहानी है अगली कक्षा में. अगली कक्षा में हम देखेंगे किसकी कहानी है बीर बहूटी. बच्चों धन्यवाद. युवा कवि प्रभात का जन्म राजस्थान के करौली में 1972 को हुआ. 1972 പ്രഭാത് രാജസ്ഥാനിലെ കരൗലി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചത്. अब कवि होने के साथ साथ कहानीकार भी है. അദ്ദേഹം ഒരു കവി ആയതോടൊപ്പം തന്നെ കഥാകൃത്തുമാണ്. കാസിബായി, പാനി की गाड़ियों में जूझता रहा जाता रहा आदि आपकी प्रमुख रचनाएं हैं. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ ഇവയെല്ലാമാണ്. देखिए पाठ इस प्रकार शुरू होते हैं. बीर बहूटी प्रभात. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था.
बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी। बारिश की हवा में गीली खेतों और बारिश की हरियाली की गंध घुली हुई थी। पहले वहां के प्राकृतिक सौंदर्य को प्रस्तुत करते हुए कहानी की शुरुआत करते हैं प्रभात जी। ബാദൽ ബഹുത് ബരസ് ലേ ഹെ, അവിടുത്തെ പ്രാദേശികമായ മനോഹാരിതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. മഴക്കാലമാണ്. ബാദൽ ബഹുത് ബരസ് ലേ ഹെ, ബാദൽ ബരസ്ന വർഷാ ഹോന, മഴ പെയ്യുക. ധാരാളം മഴ പെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഫിർ ഭി, എന്നിട്ടും ബഹുത് സാരാ പാനി ഉന്മേ ബച്ചാ ഹുവാ ഥാ, മേഘങ്ങൾ ഇപ്പോഴും ധാരാളം വെള്ളം അവശേഷിക്കുന്നു. വിച്ച് മീൻസ് എന്താ അത് പറയുന്നത്? ഇനിയും മഴയ്ക്കുള്ള സാധ്യത മേഘങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. വേ ഖേത്തോ ജംഗലോं के ऊपर छाये हुए थे, ആ മഴമേഘങ്ങൾ വയലുകളിലും കാടുകളുടെയും ഒക്കെ മുകളിലൂടെ ഇങ്ങനെ ഛായേ ഹുയേതെ, സ്പ്രെഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, വ്യാപിച്ചു കിടക്കുകയാണ്. സാരാ ആകാശ്, ആകാശം മുഴുവൻ മേഘോം സേ ഭരാധ, കാർമേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. മേഘോं की छायाओं में गीली हवाएं इधर उधर घूम रही थी. ഈ മേഘങ്ങളുടെ, കാർമേഘങ്ങളുടെ കീഴിലൂടെ വീശിയടിക്കപ്പെടുന്ന കാറ്റിന് എന്തുണ്ട് പ്രത്യേകത? കാറ്റ് എന്ന് പറയുന്ന ഹവ നൗൺ ഫോമാണ്. സഖ്യയുടെ വിശേഷണമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഗീലി. ഇതിന്റെ അഡ്ജക്റ്റീവാണ് ഗീലി എന്നുള്ളത്. നനഞ്ഞ കാറ്റ് എന്ത് ചെയ്യുകയാണ്? ഇധർ ഉധർ ഘൂം രഹീതി. ഈ മേഘങ്ങൾക്ക് കീഴിലൂടെ വീശിയടിക്കുന്ന കാറ്റിന്റെ പ്രത്യേകതയാണ് നനവുള്ളതാണ്, ഈർപ്പമുള്ളതാണ്. അത് അങ്ങിങ്ങെ വീശിയടിക്കുന്നുണ്ട്. അപ്പൊ തണുപ്പ് വ്യാപിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. पेड़ों के तने अभी भी गीले थे, आपको अब देख सकते हैं. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെ? ഹമാരെ ഹാം ഭി വർഷ ഹോത്തി രഹതി ഹെ, അല്ലെ? നമ്മുടെ ഇവിടെയും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പേടോं के तने क्या होते हैं? ഗീലേ ഥേ, മരങ്ങളുടെയൊക്കെ തടികൾ അഭീഭി, ഇപ്പോഴും മഴയുടെ ആ അവശേഷിപ്പുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗീലേ ഥേ, നനഞ്ഞു നിൽക്കുന്നു. മുങ്ഫലിയോങ്കെ ഹരേ ഖേത്തോമേ, നമുക്ക് അത്ര പരിചയമുള്ളതല്ല മുങ്ഫലി നിലക്കടല. നിലക്കടലയുടെ പച്ചപ്പ് നിറഞ്ഞ വയലുകളിൽ പീലേ ഫൂൽ, മുങ്ഫലിക്ക് ഫൂലോങ്കി വിശേഷതാഹെ പീലേ ഹേവേ, മുങ്ഫലിയുടെ ആ നിലക്കടലയുടെ പൂക്കളുടെ പ്രത്യേകതയാണ് വെ പീലേഹേ, പീലേമാനെ മഞ്ഞയാണ്, മഞ്ഞ കളറുള്ള പൂക്കൾ. അഭീഭി ഗീലേധേ, മഴ തോർന്നു പോയതിന്റെ ലക്ഷണമായിട്ട് ഇപ്പോഴും നനവോടുകൂടിയാണ് നിൽക്കുന്നത്. ഖേത്തോമേ ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാധ, വയലുകളില് എന്തുണ്ട്? ചെറിയ ചെറിയ ചോളത്തിന്റെ ചെടികൾ ഉഗാധ വളർന്നു വന്നിട്ടുണ്ട്. ബാജരയ്ക്ക് ലെമ്പേ പത്തലെ പാത്തോമേ, ബാജര നിങ്ങൾക്ക് പരിചയമുള്ള സാധനമാണ്, ചോളം അല്ലെ? നമ്മൾ ഈ പുറത്തു നിന്നൊക്കെ വാങ്ങി ചോളം കാണാറില്ലേ, ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്ന. അതിന്റെ ഇതെന്തായിരുന്നു പ്രത്യേകത? ലെമ്പേ പത്തലെ പാത്ത് ഹെ, ലെമ്പേ എന്ന് പറഞ്ഞാൽ നീളമുള്ള, പത്തലെ വളരെ കനം കുറഞ്ഞ, പാത്ത് മാനെ പത്തേ, ഇലകൾ, വളരെ കനം കുറഞ്ഞ നീളമുള്ള ഇലകളുള്ള ബാജറയുടെ ആ ഇലകളിൽ പാനിക്ക് ബൂന്തേ അടക്കി ഹുയേതി, നമ്മുടെ ചേമ്പിലയിലൊക്കെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നെന്ന് പറയുന്നത് പോലെ വെള്ളത്തിന്റെ തുള്ളികൾ പറ്റിപ്പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध घुली हुई थी. ആ മഴയുടെ കാറ്റിന്, മഴയുടെ സമയത്തുള്ള കാറ്റിൽ നനഞ്ഞു കിടക്കുന്ന വയലുകൾക്കും ബാരിഷ് കി ഹരിയാലി കി ഗന്ധ എന്തുണ്ടായിരുന്നു? മഴയുടെ പച്ചപ്പിന്റെയും സുഗന്ധം ഗുലി ഹുയേതി, അലിഞ്ഞു ചേർന്നിരുന്നു. നോക്കൂ, ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ ഭാഗത്തുള്ള ഈ ഒരു പ്രാകൃതിക മനോഹാരിതയെ നമ്മുടെ കൺമുമ്പിലേക്ക്, നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണമാണ് കഹാനിക്കാർ ആ ഒരു പ്രദേശത്തിന്റെ പ്രകൃതിയെ വർണ്ണിച്ചിരിക്കുന്നത് അല്ലെ? നോക്കൂ, ബാദൽ ബഹുത് ബरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था, वे खेतों जंगलों के ऊपर छाए हुए थे, सारा आकाश मेघों से भरा था, मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी, पेड़ों के तने अभी भी गीले थे, मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे, खेतों में छोटा छोटा बाजरा उगा था,
बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी। बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध घुली हुई थी। ബാക്കി देखें उन्हें അവർക്ക് കഥാപാത്രങ്ങളിലേക്ക് കടക്കുകയാണ് കേട്ടോ. ആർക്ക് എന്ന് അദ്ദേഹം പറയുന്നില്ല. അവർക്ക് എന്ത് ചെയ്യണം? ബീർ ബഹൂട്ടിയോം സേ മിൽനാ ഹോത്താ ഥാ. ബീർ ബഹൂട്ടികളെ കാണേണ്ടതുണ്ട്, തിരയേണ്ടതുണ്ട്. സോ അതുകൊണ്ട് വേ സ്കൂൾ കേ ലിയേ ഘർ സേ കുച്ച് സമയ പെഹലെ നികൽ ആത്തേ ഥേ. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂൾ കേ ലിയേ സ്കൂളിലേക്ക്, ഘർ സേ വീട്ടിൽ നിന്നും, കുച്ച് സമയ പെഹലെ നികൽ ആത്തേ ഥേ കുറച്ച് സമയം മുമ്പ് ഇറങ്ങുന്നു. സ്കൂളിലേക്ക് യാത്ര തിരിക്കുന്നത് കുറച്ചും കൂടി സമയം നേരത്തെയാണ്. കാരണം എന്താ? ക്യോंकि उसे बीर बहूटियों से मिलना होता था. तो हमारे पात्र कौन होंगे? ആരായിരിക്കും? स्कूली बच्चे हैं, ठीक है ना. स्कूल के लिए वे घर से कुछ समय पहले निकल आते थे. कस्बे से सड़े इन खेतों में वे कहाँ बीर बहूटियों को खोजते हैं. എവിടെയാണ് അവര് ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുന്നതെന്നാണ് ഇനിയും പറയുന്നത്. കസ്ബെ സേ സഡേ ഇൻ ഖേത്തോമേ. കസ്ബ മാനെ സ്മോൾ സിറ്റി, ചെറിയ പട്ടണം, അങ്ങാടി. അങ്ങാടിയോട് ചേർന്ന് കിടക്കുന്ന, സഡേ ചേർന്ന് കിടക്കുന്ന, ഇൻ ഖേത്തോമേ ഈ വയലുകളിലാണ് ബീർ ബഹൂട്ടിയോങ്കോ ഖോജാ കർത്തേ ഥേ. ബീർ ബഹൂട്ടികളെ അവർ തിരയുന്നത്. ബീർ ബഹൂട്ടിയോങ്കി വിശേഷത ക്യാ ഹേ? സുർഖ് ഹേ, റെഡിഷ് കളറാണ്, ചുവന്ന കളറാണ്. മുലായം, മൃദുലമായതാണ്. ഗദ്ബദി, നനുനനുത്തതാണ് ബീർ ബഹൂട്ടി. ധർത്തി പർ ചൽത്തി ഫിർത്തി, അതിനെ കണ്ടാൽ ഇങ്ങനെ തോന്നും ഭൂമിയിലൂടെ നടന്നു പോകുന്ന खून की प्यारी प्यारी बूंदें हैं. എന്താ തോന്നുക? ബീർ ബഹൂട്ടിയോं को देखने पर ऐसा लगता है धरती पर चलती फिरती खून की प्यारी प्यारी बूंदें हैं. क्योंकि खून का रंग है लाल, ബീർ ബഹൂട്ടിയോं का रंग भी लाल है. അല്ലെ? രക്തത്തിന്റെ നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. ബീർ ബഹൂട്ടികളുടെ നിറവും ചുവന്ന കളറാണ്. അപ്പൊ അതിങ്ങനെ നടന്നു പോകുമ്പോൾ തോന്നുന്നത് രക്തത്തുള്ളികൾ നടന്നു പോകുന്നതാണോ ഭൂമിയിലൂടെ എന്ന് നമുക്ക് തോന്നിപ്പിക്കും. ഉൻകി പീഠ് പർ ഉൻ ലദേ ഹോത്തേ ഥേ. ഉൻകെ ബസ്തെ, അവരുടെ ബാഗ്, പുസ്തകം അടങ്ങിയ ബാഗ്, ഉൻകി പീഠ് പർ ലദേ ഹോത്തേ ഥേ. അവരുടെ എവിടെ? പുറകിലാണ് ഇങ്ങനെ എന്ത് ചെയ്തിരുന്നത്? തൂക്കിയിട്ടിരുന്നത്. എങ്ങനെ? കന്ധോം ബർ ടങ്കേ ഹോത്തേ ഹേ. ചുവലിലൂടെ ഇട്ട്, തോളിലൂടെ ഇട്ട് എവിടേക്ക്? പുറത്തേക്ക് തൂക്കിയിട്ടിരിക്കുകയായിരുന്നു അവരുടെ പുസ്തകങ്ങൾ. വേ ഏക് ദൂസരേക്ക് ബഹുത് നസ്ദീക് രഹകർ. അവരെങ്ങനെയായിരുന്നു? അവർ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധത്തെ, ജിൻകെ സാത്ത് ജോ ആത്മ क्या है या घने संबंध है, उसके सूचना देने के लिए हम इस प्रकार कहते हैं. അവർ തമ്മിലുള്ള ആ അഭേദ്യമായ ബന്ധത്തെയാണ് പറയുന്നത്. एक दूसरे के बहुत नजदीक रहकर, രണ്ടുപേരും ഒരാൾ മറ്റൊരാളുടെ ഏറ്റവും സമീപത്തിരുന്ന് എന്ന് പറയുകയല്ല, ബൽക്കി മറിച്ച്, അതല്ല. കെഹിനാ ചാഹിയെ, ഇങ്ങനെയാണ് പറയേണ്ടത്. ബിൽക്കുൽ സച്കർ, തീർത്തും ചേർന്നിരുന്നുകൊണ്ട് ബീർ ബഹൂട്ടിയാ ഖോജത്തെ ഥേ. ബീർ ബഹൂട്ടികളെ തിരയുകയായിരുന്നു. उन्हें देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे. അവരവനെ കാണുന്നതിന് വേണ്ടിയിട്ട് എവിടെയായിരുന്നു? ബാരിഷ് കി ഗന്ധ് ഭരി ഭൂരി ജമീൻ, മഴയുടെ മണം തങ്ങി നിൽക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന ഭൂരി ജമീൻ, ബ്രൗൺ കളറുള്ള ഭൂമിയിലേക്ക് ബൈറ്റ് ജായ കർത്തേതേ, ഇരുന്നായിരുന്നു അവര് ബീർ ബഹൂട്ടികളെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇതുവരെ അവർന്ന് മാത്രമേ കഹാനികാർ പറയുന്നുള്ളൂ. കഥാപാത്രങ്ങളുടെ പേരിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ബേല देखो इस बीर बहूटी का रंग तुम्हारे रिबन के जैसा लाल है. देखिए चित्र में एक लड़की है और एक लड़का है. उनके पीठ पर बस्ते हैं. लड़की के बाल रिबन से बांधे हैं, लाल रिबन से ही बांधे हैं. वे हम किसको खोजते हैं? बीर बहूटियों को खोजते हैं. लड़की का नाम है बेला. बेला देखो इस बीर बहूटी का रंग तुम्हारे रिबन के जैसा लाल है. നോക്കൂ ബേല, ഈ ബീർ ബഹൂട്ടിയുടെ നിറവും നിന്റെ റിബണിന്റെ കളറും ഒരേപോലെ ചുവപ്പാണല്ലോ. സാഹിലിനെ കഹ. ആരാത് പറഞ്ഞത്? ലഡ്കാ കാ നാം ക്യാ ഹേ? സാഹിൽ. ആൺകുട്ടിയുടെ പേര് സാഹിൽ എന്നും പെൺകുട്ടി ആരാണ്? ബേല.
തുമ്നെ കുച്ച് സുനാ ബേല. അപ്പം അപ്പോഴും ചോദിച്ച ചോദ്യത്തിന് മറുപടി ഒന്നുമില്ലാതെ നിശബ്ദയായി. ഖാമോശ് ഖഡേ बेला को देखकर साहिल अपना प्रश्न और एक बार एक प्रश्न ही पूछते हैं. ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ഞാൻ ചോദിച്ചത്? അപ്പൊ ബേലയുടെ മറുപടി ഇതായിരുന്നു, ഹാ ഹാ സുനാ, ശരിയാ ഞാൻ കേട്ടു. എന്ത് കേട്ടു? पहली घंटी लग गई है, स्कूल की पहली घंटी लग गई है, यह मैं सुनती हूँ. സ്കൂളിലെ ആദ്യത്തെ ഫസ്റ്റ് ബെല്ലടിച്ചിട്ടുണ്ട്, ആ ബെല്ലടിച്ചത് ഞാനിപ്പോ കേട്ടു. ലേക്കിൻ മുझे पेन में स्याही भी भरवानी है दुकान से. कौन कहते हैं? ആരാണ് പറയുന്നത്? സാഹിലാണ് പറയുന്നത്. പെൻ മേ സ്യാഹി ബി ഭർവാനി ഹെ, എനിക്ക് കടയിൽ നിന്നും എവിടെ പെന്നില് പഴയ കാലത്തുണ്ടായിരുന്ന, നമുക്കൊക്കെ നമ്മളുടെ ഒന്നും കാലഘട്ടത്തിലല്ല, പഴയ കാലത്തുണ്ടായിരുന്ന ഒരു സമയത്ത് എങ്ങനെയായിരുന്നു? പെന്നിൽ മഷി നിറയ്ക്കുകയായിരുന്നു. കടയിലേക്ക് ചെന്ന് ഇത്ര പൈസയ്ക്ക് മഷി നിറയ്ക്കാൻ പറഞ്ഞാൽ മഷി നിറച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ പെന്നിൽ എനിക്ക് സ്യാഹി ബി ഭർവാനി ഹെ, സ്യാഹി മാനെ മഷി, മഷി നിറയ്ക്കേണ്ടതുണ്ട്. ദുക്കാൻ സേ, കടയിൽ നിന്നും. ഫസ്റ്റ് ബെല്ലടിച്ചാലും എനിക്ക് പെന്നിൽ മഷി നിറയ്ക്കേണ്ടതുണ്ട് എന്ന് സാഹിൽ പറയുകയാണ്. देखिए बच्चों, इतना है हमारा पहला भाग. पहले भाग से मैं यही प्रश्न यहाँ आपकी नोट पुस्तिका में लिखने के लिए दिए हैं. ആദ്യത്തെ ഭാഗം ഇതാണ്. ഞാൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കും എന്നല്ല, ടെക്സ്റ്റ് ബുക്കിനെ ഒന്നുകൂടി നന്നായി മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് നോട്ട് പുസ്തകത്തിലേക്ക് നിങ്ങളുടെ എഴുതണം, നോട്ട് ബുക്കിലേക്ക് എഴുതണം. നോക്കൂ, ബീർ ബഹൂട്ടി കൈസി വിധാ ഹെ. വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം കമ്പൽസറി ആയിട്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഓരോ സെന്റൻസുകളും പാഠത്തിലേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രത്തോളം മനസ്സിലാക്കി തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ബീർ ബഹൂട്ടി കൈസി വിധാ ഹെ. ബീർ ബഹൂട്ടി എന്ന് പറയുന്നത് എങ്ങനെയുള്ള രചനയാണ്, ഏത് വിഭാഗത്തിൽപ്പെടുന്ന രചനയാണ്? ഏത് വിഭാഗത്തിലാണ്? കഹാനിയാണ്. കഹാനിക്കാർ കോൻ ഹെ? പ്രഭാത്. കഹാനി കെ മുഖ്യ പാത്ര കോൻ കോൻ ഹെ. കഥയുടെ മുഖ്യ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? സാഹിൽ ഔർ ബേല. അഭി യാദ് കർത്തേ ഹെ. എന്നാരൊക്കെയാണ്? സാഹിലും ബേലയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. ബേല ഔർ സാഹിൽ സ്കൂൾ കേ ലിയെ കുച്ച് സമയ പെഹലെ ക്യോ നിക്കൽ ആത്തേ ഥേ. എന്താണ്? ബേലയും സാഹിലും സ്കൂളിലേക്ക് കുറച്ചു സമയം മുൻപ് തന്നെ എന്തുകൊണ്ടാണ് പുറപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? आप लोग जानते हैं बेला और साहिल को बीर बहूटियों से मिलना होता था. ബേലയ്ക്കും സാഹിലിനും സ്കൂളിലേക്ക് നേരെ പോവുകയല്ല ചെയ്യേണ്ടത്. സീധേ സ്കൂൾ के लिए नहीं जाना है, उन्हें क्या देखना है? ബീർ ബഹൂട്ടിയോं से मिलना है. ബീർ ബഹൂട്ടികളെ കാണേണ്ടതുണ്ട്. इसलिए അതുകൊണ്ട് എന്താണ് പുസ്തകത്തിൽ ക്വസ്റ്റ്യനിലെ അതേപോലെ സ്കൂൾ के लिए घर से कुछ समय पहले निकल आते थे. फोर्थ क्वेश्चन, बेला और साहिल बीर बहूटियों को കഹാം. ഇവിടുത്തെ ഒരു ഭാഗം വിട്ടുപോയതാണ്, ഇവിടെ കഹാം ചേർത്തിരിക്കുന്നത് കേട്ടോ. ബേല ഓർ സാഹിൽ ബീർ ബഹൂട്ടിയോങ്കോ കഹാം ഖോജ കർത്തേ ഥേ. എവിടെയായിരുന്നു ബീർ ബഹൂട്ടികളെ തെരഞ്ഞുകൊണ്ടിരുന്നത്? എവിടെയായിരുന്നു മക്കളെ? കസ്ബേ സേ സഡേ ഖേത്തോമേ. എവിടെയാണ്? ഈ അങ്ങാടിയോട് ചേർന്ന് കിടക്കുന്ന വയലുകളിൽ. ബീർ ബഹൂട്ടിയോं की വിശേഷതായേം ക്യാ ക്യാ ഹെ. ബീർ ബഹൂട്ടികളുടെ പ്രത്യേകത എന്തെല്ലാമാണ്? എന്താ ബീർ ബഹൂട്ടിയുടെ പ്രത്യേകത? വർഷാക്കെ സമയം, മഴയുള്ള സമയത്ത് ഖേത്തോം ഓർ ഗീലി പ്രദേശവുമേ, വയലുകളിലും നനവുള്ള പ്രദേശങ്ങളിലും ജോഡേമേ ദിഖ്നെ വാലി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്, ജോഡേമേ ദിഖ്നെ വാലി. ജോഡിയായിട്ടാണ്, രണ്ടുപേരും ഒരുമിച്ചാണ് കാണുന്നത്. ജോഡേമേ ദിഖ്നെ വാലി ഏക്ക് കീടാ ഹെ ബീർ ബഹൂട്ടി. ഒരു കീടയാണ്, എന്ത്, ഒരു ജീവിയാണ് ബീർ ബഹൂട്ടി എന്ന് പറയുന്നത്. വേ സുർക്ക് മുലായം ഓർ ഗർഭതി ഹെ. അതെന്താണ്? സുർക്ക് റെഡിഷ് കളറാണ്, മൃദുവാണ്, നനുനനുത്തതാണ്. ഉനെ ദേഖ്നെ സേ ഏസാ ലഗ്താ ഹെ. അവരെ കാണുമ്പോൾ ഇങ്ങനെ തോന്നും. എങ്ങനെ? കി ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി ഖൂൻ കി ബൂന്ദേമേ. എങ്ങനെ തോന്നും? ഭൂമിയിലൂടെ നടന്നു പോകുന്ന എന്താണ്, രക്തത്തുള്ളികളാണോ എന്ന് തോന്നും. നോക്കൂ, हमारी पहला पाठ की
पहली कक्षा यही समाप्त होते हैं, लेकिन आपका एक काम भी बाकी है, क्योंकि एक कहानी है। कहानी से आने वाला सबसे मुख्य प्रश्न ये है, पटकथा लेखन। बच्चों नमस्कार, हम अपनी तीसरी कक्षा की ओर जाते हैं, पहला पाठ की। ठीक है ना? पहले हम प्यार के संबंध में कुछ बातें चर्चा की और दूसरी कक्षा में हम पाठ की शुरुआत की है और उसमें 2 पात्रों से परिचय पाया है। कक्षा के अंतिम समय पर मैंने आपसे कहा था कि पटकथा कैसे लिखे, इसके बारे में हमने अगली कक्षा में चर्चा करेंगे। ठीक है? ക്ലാസിന്റെ അവസാനം ഞാൻ നിങ്ങളോട് പറഞ്ഞു പട്കഥ എങ്ങനെയാണ് എഴുതുന്നത്, ഏത് ഭാഗത്തു നിന്നാണ് പട്കഥ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, എങ്ങനെയുള്ളതിൻ്റെ അകത്തു നിന്നാണ് പട്കഥയ്ക്ക് ചാൻസ് കൂടുതൽ എന്നൊക്കെയുള്ളതിനെ കുറിച്ച് പറയുകയും അടുത്ത ക്ലാസ് നമ്മൾ പട്കഥയെ സംബന്ധിച്ചുള്ളതാണ് എന്ന് പറയുകയും ചെയ്തു അല്ലേ. പട്കഥ എന്നത് എന്താണെന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പട്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിനിമയുടെ ഒരു ദൃശ്യ മാധ്യമത്തിൽ ഒരു ദൃശ്യ രൂപത്തിൻ്റെ ദൃശ്യശ്രവ്യ രൂപത്തിൻ്റെ, അതൊരു സിനിമയാകാം, അതല്ലെങ്കിൽ ഒരു നാടകമാകാം, അങ്ങനെയുള്ള ദൃശ്യശ്രവ്യ രൂപത്തിൻ്റെ എഴുതപ്പെടുന്ന സാഹിത്യ രൂപത്തെയാണ് പട്കഥ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ സിനിമയുടെയോ നാടകത്തിൻ്റെയോ സാഹിത്യ രൂപമാണ്. സാഹിത്യം എന്തിനുള്ളതാണ്? വായിക്കാനുള്ളത് അല്ലെ, വായിച്ച് ആസ്വദിക്കാനുള്ളതാണ്. അങ്ങനെ വായിച്ചാസ്വദിക്കാനോ ഉള്ള ഒരു സാഹിത്യ രൂപമാണ് ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ ഏത് പട്കഥ എന്ന് പറയുന്നത്. നാടകം, സിനിമ പോലെയുള്ള ദൃശ്യശ്രവ്യ രൂപങ്ങളുണ്ട്. അപ്പോൾ പട്കഥ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺഫ്യൂഷൻ. അതൊക്കെ ഓരോ തിരക്കഥാകൃത്തുകളെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ പക്ഷേ നിങ്ങൾക്ക് എന്തിനാണ് ഒരു പട്കഥ എഴുതാൻ ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തേ ഉള്ളൂ, അതിനൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഭാഷായി ക്ഷമത കഹാന്തക. നിങ്ങളുടെ ഭാഷാപരമായ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നതിനെ അളക്കാനുള്ള ഏറ്റവും ശരിയായ അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായ ഒരു ക്വസ്റ്റ്യനാണ് പട്കഥ എന്ന് പറയുന്നത്. കാരണം എന്താ, ഉസ്കെ 2 ഭാഗ് ഹോത്തെ ഹൈ അല്ലേ, 2 ഭാഗങ്ങളാണ് അതിനുള്ളത്. നിങ്ങൾ 9ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. എന്താണ്? ദൃശ്യവിവരണവും സംവാദവും. ദൃശ്യത്തിൻ്റെ വിവരണം, ദൃശ്യവിവരണം എന്ന് പറഞ്ഞാൽ ഇത്രയുമേ ഉള്ളൂ. നമ്മൾ സ്ക്രീനിൽ സിനിമയോ നാടകമോ കാണുമ്പം നമ്മൾ സ്ക്രീനിൽ എന്തെല്ലാമാണോ കാണുന്നത് അതിനെക്കുറിച്ചൊക്കെ എഴുത വെക്കുന്നതിനെയാണ് ദൃശ്യവിവരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ എന്തൊക്കെ കാണും? കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് കാണും, കഥാപാത്രങ്ങളുടെ ഏകദേശം പ്രായത്തെ നമുക്ക് ഇത് വരും, കഥാപാത്രങ്ങളുടെ ആർത്ഥിക സ്ഥിതി, സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നമുക്ക് ചില കുടിലിൻ്റെ മുമ്പിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നു, അതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കഥാപാത്രങ്ങളുടെ വേഷവിധാനം എന്താണ്, അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ നടപ്പ്, എടുപ്പ്, രീതി, പ്രത്യേകതകൾ, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കാഴ്ചയിലൂടെ തരുന്ന സന്ദേശമാണ് എവിടെയുള്ളത്? ദൃശ്യ വിവരണത്തിൽ വരേണ്ടത്. എന്താണ്? നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം എവിടെ എഴുതണം? ദൃശ്യവിവരണത്തിൽ എഴുതണം. അപ്പോൾ ഒരിക്കലും എന്താവില്ല, അത് സ്റ്റേറ്റ്മെന്റുകളാവില്ല, പ്രസ്താവനകളാവില്ല ഒരിക്കലും. അത് ഛാത്ര ഹെ, അതൊരു പ്രസ്താവനയാണ്. കുട്ടികൾ വിദ്യാർത്ഥികളാണ് എന്ന് പറയുന്നത് ഒരു പ്രസ്താവനയാണ്. നേരെ മറിച്ച് വേ സ്കൂൾ കേലേ ജാ രഹേ ഹേ, അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നവരുടെ വേഷഭൂഷകളിലൂടെ നമ്മൾ ദൃശ്യത്തിൽ വിവരിക്കുമ്പോൾ അതെന്താകും? ദൃശ്യവിവരണത്തിന്റെ ഭാഗമാകും. ക്ലിയർ ആയോ? ഇനി അടുത്തത് നമ്മൾക്ക് കേൾക്കുന്ന കാര്യമാണ് അല്ലെ. കാണുന്ന കാര്യങ്ങളെ നമ്മൾ ദൃശ്യവിവരണത്തിലേക്ക് എഴുതിയെങ്കിൽ കേൾക്കുന്നത് എന്താണ്? ഓരോ കഥാപാത്രവും ആ കഥയിൽ അടിസ്ഥാനമാക്കിയുള്ള ഡയലോഗുകൾ പറയും. ആ ഡയലോഗുകളാണ് നമ്മൾ സംവാദ് എന്നെഴുതുന്നത്. എന്തുകൊണ്ടാണ് മക്കളെ സംവാദ് വാർത്താലാപ് എന്ന് പറയാതെ പോയത്? വാർത്താലാപ് ആവാനത് എന്താണ്? വാർത്താലാപ് അഥവാ ബാത്ചിത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു തരത്തിലുള്ള ഔപചാരികവുമായിട്ടല്ലാത്ത സംഭാഷണ രീതികളാണ്, അനൗപചാരികമാണ്. അതുകൂടാതെ അതിലെന്തുണ്ടാവുകയില്ല? പറയുന്ന ആളുകളുടെ മുഖഭാവങ്ങളോ ചാൽചലൻ, ഭാവഭാവം ഇതൊന്നും വർണ്ണിക്കുകയില്ല. നേരെ മറിച്ച് സംവാദിൽ നമ്മൾ തിരക്കഥായിൽ എഴുതുന്ന ആൾ എഴുതി വെക്കും, എന്ത്? ചിരിച്ചുകൊണ്ട് പറയുന്നു, അല്ലെങ്കിൽ ഞെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ പേടിച്ചുകൂടി, അല്ലെങ്കിൽ ഉസ്കേ ഭാവം മുഖപ്പ് ആശങ്കാഹേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതും. അതിനെയാണ് ആ സംവാദം നമ്മുടെ ഭാവങ്ങളോട്
കൂടി എഴുതപ്പെടുന്ന ഡയലോഗിനെയാണ് സംവാദ് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് തരത്തിലുള്ള രണ്ട് ഭാഗങ്ങളാണ് ഓരോ പട്കഥയ്ക്കുമുള്ളത്. എന്താണ് ഒന്നാമത്തേത് പറഞ്ഞത്? ദൃശ്യവിവരണമാണ്. എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മൾ എന്താണോ സ്ക്രീനിൽ കാണുന്നത് ആ കാണുന്നതിൻ്റെ എല്ലാം വർണ്ണനയാണ് ദൃശ്യവിവരണത്തിനകത്ത് വരുന്നത്. എന്താണോ നമ്മൾ ആ ദൃശ്യവിവരണത്തിലൂടെ കേൾക്കുന്നത്, ദൃശ്യത്തിൽ നമ്മൾ കേൾക്കുന്ന ഡയലോഗുകൾ എന്തൊക്കെയാണോ അതാണ് സംവാദമായിട്ട് വരുന്നത്. നോക്കൂ, പട്കഥ എന്ന് പറയുന്നതിനെ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം. പട്കഥ, സ്ക്രിപ്റ്റ്, തിരക്കഥ എന്നൊക്കെ പറയുന്നത്. ദൃശ്യം എത്രാമത്തെ ആണെന്നാണ് എഴുതുന്നത്? സീൻ ബൈ സീനായിട്ടാണ്. പല സീനുകൾ ചേർന്നതാണ് ഒരു പട്കഥ എന്ന് പറയുന്നത്. പല സീനുകൾ ചേർന്നതാണ്. എങ്ങനെയാണ് പല സീനുകൾ ചേരുന്നതും കൂടി ഞാൻ പറയാം. ഒരു കഥ, ഒരു സീൻ അവസാനിക്കുന്നതും തുടങ്ങുന്നത് എവിടെയാണോ തുടങ്ങുന്നത് ആ സ്ഥലത്ത് നിന്ന് ചേഞ്ച് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു സീൻ അവസാനിക്കുന്നത്. ഇപ്പം മുറിയിൽ നടക്കുന്ന ഒരു കഥയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ ദൃശ്യത്തിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ മുറിയിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് മാറുന്നു എങ്കിൽ ആ സീൻ അവിടെ അവസാനിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അതാണ് സീൻ എന്ന് പറയുന്നത്, ദൃശ്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് എപ്പോഴും എഴുതി തുടങ്ങേണ്ടത് ദൃശ്യ ഏക, അത് എത്രാമത്തേതുമായിക്കോട്ടെ ദൃശ്യ ഏക എന്നാണ്. കാരണം എന്താണ്? ശരിക്കും ഒരു തിരക്കഥ എഴുതുമ്പോൾ ദൃശ്യ ഏക എന്ന് എഴുതി തുടങ്ങുന്നതിന് അവിടെ ദൃശ്യവിവരണം എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ ദൃശ്യത്തിൻ്റെ അകത്ത് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ട് തിരക്കഥാകൃത്തിന് ഇല്ല എങ്കിൽ, ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഡയലോഗ് തുടർന്ന് പോകത്തേ ഉള്ളൂ. കഥാപാത്രങ്ങൾക്ക് ചേഞ്ചസ് വരുന്നില്ല, അവരുടെ വേഷഭൂഷകൾക്ക് ചേഞ്ച് വരുന്നില്ല, അവരുടെ സ്ഥലത്തിന് ചേഞ്ച് വരുന്നില്ല, ഡയലോഗ് മാറുന്നതേ ഉള്ളൂ എങ്കിൽ അതങ്ങനെ എഴുതി പോവുകയുള്ളൂ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരു സീൻ എഴുതുന്നുള്ളൂ. അതുകൊണ്ട് സീന് ദൃശ്യ ഏകം എഴുതി വേണം നിങ്ങൾ തുടങ്ങാനായിട്ട്. ഇനി അവിടെ എന്തൊക്കെ കൊടുക്കണം? ദൃശ്യ ഏകം എഴുതി സമയം കൊടുക്കണം. എപ്പോഴാണ് ഈ തിരക്കഥയുടെ സമയം? ഇപ്പൊ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നത് പോലെ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പുറപ്പെടാനുള്ള സമയം പറയുമ്പോൾ നമുക്ക് ഏകദേശം ധാരണയുണ്ട് എപ്പോഴാണ് എഴുതേണ്ടതെന്ന്. ഇനി സ്ഥാൻ, എവിടെയാണോ ആ കഥ ആവിഷ്കരിക്കപ്പെടുന്നത്, ദൃശ്യവൽക്കരിക്കപ്പെടുന്നത് എവിടെയാണോ ആ സ്ഥാനാണ് ഇവിടെ എഴുതേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി അടുത്തതാണ് ദൃശ്യവിവരണം. ദൃശ്യവിവരണവും സംവാദവും. സമയ, സ്ഥാൻ, പാത്രം വരുന്നുണ്ട്. കഥാപാത്രങ്ങൾ. ഈ ഒരു ദൃശ്യത്തിൻ്റെ അകത്ത് ഏതൊക്കെ കഥാപാത്രങ്ങൾ വരും? ദൃശ്യവിവരണം, അവിടുത്തെ ദൃശ്യം എങ്ങനെയാണ് വിവരിക്കപ്പെടുന്നത്, അവിടെ നടക്കുന്ന സംവാദം എന്താണ്? ഈ സംവാദം രണ്ടാമതൊന്നുകൂടി ഞങ്ങളുടെ താഴെ എഴുതിയതേ ഉള്ളൂ. ഇത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കേട്ടോ. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുകയേ വേണ്ട. ഇത് ഇത്രയും നോക്കിയാൽ മതി. ദൃശ്യ, സമയ, സ്ഥാൻ, പാത്ര, ദൃശ്യവിവരണം, സംവാദം. ഇത്രയുമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഇനി ദൃശ്യവിവരണം കേസേ ലിഖേ, അതിനൊക്കെ ഓരോ ഫോമാറ്റ് ഉണ്ട്. എങ്ങനെ സാഹിത്യ രൂപമായതുകൊണ്ട് അതിനൊരു ഫോമാറ്റ് ഉണ്ട്. എങ്ങനെയാണ് ദൃശ്യവിവരണം എഴുതുക? പാത്രവും കി വേഷഭൂഷ, കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നമ്മളിവിടെ സൂചിപ്പിച്ചു. ഇനി ആ കഥാപാത്രങ്ങള് ആ ദൃശ്യത്തിലിടുന്ന ഡ്രസ് എന്താണ്? ആയു, കഥാപാത്രങ്ങളുടെ ഏകദേശ പ്രായം എത്രയാണ്? ഭാവ്, അവരുടെ ഭാവചലനങ്ങൾ എന്താണ്? മുഖത്തുണ്ടാകുന്നതും ജസ്റ്റേഴ്സ് എന്ന് പറയാം, ആംഗ്യവിക്ഷേപങ്ങൾ. ചാൽചലൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു നടപ്പ്, എടുപ്പ്, പ്രത്യേകമായ ഏതെങ്കിലും ഇത് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചാൽചലൻ ഉദ്ദേശിക്കുന്നത്. ആദിക വിവരം, ഇതിനെയെല്ലാം പട്കഥയിൽ ദൃശ്യവിവരണത്തിനകത്ത് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. പട്കഥയുടെ ദൃശ്യവിവരണത്തിൽ കഥാപാത്രങ്ങളുടെ വേഷഭൂഷ, കഥാപാത്രങ്ങളുടെ പ്രായം, കഥാപാത്രങ്ങളുടെ മുഖഭാവങ്ങൾ, അവരുടെ ആംഗ്യവിക്ഷേപങ്ങൾ, അതെല്ലാം എവിടെ ഉണ്ടാവണം? ദൃശ്യവിവരണത്തിനകത്ത് ഉണ്ടാവണം. ക്രിയ ആസന്ന ഭൂതകാല്, സാമാന്യ വർത്തമാനകാല്, താത്കാലിക് വർത്തമാനകാൽ ആദ്യമേ होना चाहिए. ഏതൊക്കെയാണ്? ആസന്ന ഭൂതകാല ക്രിയയിൽ, അതായത് ആയാ ഹേ, പെഹനെ ഹേ, ടെഹരാ ഹേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആസന്ന ഭൂതകാല ക്രിയ, അതല്ലെങ്കിൽ സാമാന്യ വർത്തമാനകാല ക്രിയ, അതായത് താ ഹേ, തീ ഹേ, തീ ഹും, താ ഹും, തേ ഹോ, തീ ഹോ, അങ്ങനെയുള്ള 8 ക്രിയാപൂരകങ്ങളാണ് സാമാന്യ, അതായത് താഹയിൽ അവസാനിക്കുന്നു. താഹേ, തേഹയിൽ അവസാനിക്കുന്ന ക്രിയാരൂപങ്ങളെയാണ് സാമാന്യ വർത്തമാനകാല രൂപം എന്ന് പറയുന്നത്, സിമ്പിൾ പ്രസന്റ് ടെൻസ്.
താത്കാലിക് വർത്തമാനകാലം. താൽക്കാലിക് വർത്തമാനകാലം എന്ന് പറയുന്നത് ഏതായിരുന്നു? രഹാഹെ ചേർന്ന് വരുന്നത്. ആ രഹാഹെ, ചൽ രഹേ ഹേ, പെഹൻ രഹി ഹേ, അങ്ങനെ രഹാഹെ രഹി ഹേ രഹി, രഹാഹും രഹീഹും രഹേഹോ, ഇങ്ങനെയുള്ള 8 ക്രിയാപൂരകങ്ങൾ അടങ്ങുന്ന ക്രിയകളാണ് താത്കാലിക വർത്തമാനകാല രൂപം എന്ന് പറയുന്നത്. അതായത് പട്കതയുടെ ക്രിയ എപ്പോഴും ഈ കാലത്തിലായിരിക്കണം അവസാനിക്കേണ്ടത്, ഈ ടെൻസിലായിരിക്കണം അവസാനിക്കേണ്ടത്. അതാണ് ഒരു നിയമമുള്ളത്. संवाद पात्रों के हाव भाव के साथ का वार्तालाप है. സംവാദം എന്ന് പറയുന്നത് എന്താണ്? കഥാപാത്രങ്ങളുടെ ഭാവാദി ചലനങ്ങളോടൊപ്പം എഴുതപ്പെടുന്ന സംഭാഷണത്തിനെയാണ് സംവാദ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പട്കഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. बच्चों, पटकथा की बाकी कक्षा की ओर हम जाते हैं. पिछली कक्षा में हम पटकथा कैसे लिखे इसके बारे में चर्चा की है. ठीक है, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പട്കഥ എങ്ങനെയായിരുന്നു തയ്യാറാക്കുന്നതെന്നും പട്കഥയുടെ ഉദ്ദേശം എന്താണെന്നും പട്കഥ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഒക്കെ നമ്മളൊന്ന് പറഞ്ഞു പോയിരുന്നു. ഒന്നും കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ നിങ്ങളെ. പട്കഥ എന്താണെന്നല്ല, എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഒന്നും കൂടി ജസ്റ്റ് ഒന്നും നമുക്കൊന്ന് ഓടിച്ചു പോകാം. ദൃശ്യ എഴുതണം, സമയ, സ്ഥാൻ, പാത്ര, ദൃശ്യ വിവരൺ, സംവാദം, ഇത്രയുമാണ് പട്കഥയിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഈ ദൃശ്യ വിവരണം എങ്ങനെയാണ് എഴുതേണ്ടത്? ഇത് വേണ്ട കേട്ടോ, ഈ സംവാദം ഒന്ന് ആവർത്തിച്ച് വന്നതാണ്. ടീച്ചർ അത് വെട്ടി കളഞ്ഞേക്കാം, ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ടായിരുന്നത്. നോക്കൂ, ദൃശ്യ വിവരണം कैसे लिखे? പാത്രവും की വേഷഭൂഷ, ആയു എന്നതിനെ കുറിച്ചൊക്കെയാ. കഥാപാത്രങ്ങളുടെ വേഷവിധാനം, പ്രായം, മുഖത്തുണ്ടാകുന്നതും ശരീരത്തുണ്ടാകുന്നതുമായ ഭാവവ്യത്യാസങ്ങൾ, ചാൽച്ചലൻ, ആംഗ്യവിക്ഷേപങ്ങൾ ആദി വിവരണം ഇതെല്ലാം പട്കഥയുടെ ദൃശ്യവിവരണത്തിനകത്ത് നമ്മൾ കൊടുക്കേണ്ടതാണ്. കാണുന്ന, സ്ക്രീനിൽ കാണാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ദൃശ്യവിവരണത്തിനകത്താണ് വരേണ്ടത്. ഇനി ക്രിയ, ആസന്ന മുതൽ പട്കഥയുടെ ക്രിയാരൂപങ്ങൾ, നമ്മൾ എഴുതുന്ന പട്കഥയുടെ ക്രിയാരൂപങ്ങൾ എങ്ങനെ അവസാനിക്കണം? ആസന്ന ഭൂതകാല് വന്നിട്ടുണ്ടായിരുന്നു. ആസന്ന ഭൂതകാല, അതായത് ആയാ ഹേ, പഠാ ഹേ, ലിഖാ ഹേ, ഭൂതകാലവും ഹേ പ്രസന്റും കൂടി ചേർത്ത് എഴുതുന്നതാണ് ആസന്ന ഭൂതകാലം. സാമാന്യ വർത്തമാനകാലം ഞാൻ പറഞ്ഞു തന്നു. താഹേ, തീഹേ, തേഹേ, താഹും, തീഹും, തേഹോ, തീഹോ എന്ന് പറയുന്ന 8 ക്രിയാപൂരകങ്ങളിൽ അവസാനിക്കുന്നത്. പട്താഹേ, പട്ടീഹേ, പട്ടേഹോ, പട്ടീഹോ, പട്താഹും, പട്തീഹും, ഇങ്ങനെ പോകുന്ന ക്രിയകൾ. താഹേ, തീഹും അങ്ങനെ അവസാനിക്കുന്നത്. താത്കാലിക വർത്തമാനകാലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷിലുള്ളതാണെങ്കിൽ നമുക്ക് പറയാം ഈസ് അല്ലെങ്കിൽ R+ING വെർബിൻ്റെ കൂടെ ചേർക്കുക. ഈസ് ഗോയിങ്, ആർ റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നതിൻ്റെ അത് തന്നെയാണ് താത്കാലിക വർത്തമാനകാലം. നമ്മളിവിടെ എന്ത് പറയും? അരഹാഹെ ചേർത്ത് പറയും. ആരഹാഹെ, ചൽ രഹേ എന്നൊക്കെയുള്ള ക്രിയാരൂപങ്ങളിലാണ് ഒന്നുകിൽ അവസാനിക്കേണ്ടത്. ഏത് ക്രിയാരൂപങ്ങൾ വേണമെങ്കിലും നമുക്ക് പട്കഥയുടെ ക്രിയാരൂപമായി ഉപയോഗിക്കാവുന്നതാണ്. സംവാദം പിന്നെ പറഞ്ഞു, കഥാപാത്രങ്ങളുടെ ഭാവാദിയോടുകൂടി ചെയ്യപ്പെടുന്ന, ഉല്ലേഖനം ചെയ്യപ്പെടുന്ന സംഭാഷണത്തിനെയാണ് സംവാദം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു നമുക്കൊരു ഉദാഹരണം നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയ ആ ഭാഗത്ത് നിന്നൊരു പട്കഥയുടെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതേതാണ് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പട്കഥ തയ്യാർക്കരെ. ദയവ് ചെയ്ത് മക്കളെ തരുന്ന ക്വസ്റ്റ്യൻസ് അതേപോലെ നോട്ടിൽ പകർത്തി പോണേ, ഇല്ലെങ്കിൽ ആകെ എല്ലാം കൂടി കിടന്നിട്ട് കൺഫ്യൂഷൻ ആകും. അതാത് ദിവസം പറയുന്ന നോട്ട്സ് പഠിച്ചും പോവുക. ബീർ ബഹൂട്ടി പാഠകെ നിമ്നലിഖിത അംശ പഠിച്ച് പട്കഥാ കാ ഏക് ദൃശ്യ ലിഖിയ. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്കൊരു ചോദ്യം വരിക. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതേപോലെ വരുമെന്നല്ല, ഇതേ ഒരു മോഡൽ. ബീർ ബഹൂട്ടി പാഠത്തിലെ നിമ്നലിഖിത, താഴെ എഴുതിയിരിക്കുന്ന ഭാഗം വായിച്ചിട്ട് പട്കഥയുടെ ഒരു ദൃശ്യമാണ് തയ്യാറാക്കിയത്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ടെക്സ്റ്റ് മുഴുവൻ ഇവിടെ എഴുതുക എന്നുള്ളത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇത്രയുമേ കൊടുത്തിട്ടുള്ളൂ. വേ ഏക് ദൂസരേക്ക് എന്ന സെക്കൻഡ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് ഭാഗം മുതൽ ആ ഫസ്റ്റ് പേജിൽ തീരുന്നത് വരെ, അതായത് പേജ് നമ്പർ 8 സെക്കൻഡ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്ത് ആ പേജ് മുഴുവൻ അവസാനിക്കുന്ന ദുകാൻസെ എന്നുള്ള ഭാഗം വരെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദിക്കുന്നതും ഇതേ മോഡലാണ്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഭാഗം കൊടുക്കും, അതിനെ താഴോട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. നോക്കൂ, ദൃശ്യ ഏക് ഞാൻ പറഞ്ഞു നിങ്ങളോട്, എപ്പോഴും തുടങ്ങുമ്പോൾ നമ്മൾ എത്രാമത്തെ ദൃശ്യമാണെങ്കിലും 1 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി തുടങ്ങണം.
എവിടെയാണ് നമുക്കറിയാം അവർ ഏതാ ഇതിലെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? ബീർ ബഹൂട്ടിയെ അന്വേഷിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ എവിടെയാണ് അവര് പോകുന്നത്? കസ്ബേ സേ സഡേ ഖേത്ത്. നോക്കൂ, ഇതിനോടൊപ്പം ടീച്ചർ യാതൊരു തരത്തിലുള്ള വിഭക്തി പ്രത്യയവും ചേർത്തിട്ടില്ല. യാതൊരു വിഭക്തി പ്രത്യയത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. ഇത്രയും മാത്രമേ നമ്മൾ കാണിക്കേണ്ടതുള്ളൂ. ഒരു സൂചന കൊടുക്കുകയാണ്. സ്ഥലം എന്ന് പറയുന്നത് കസ്ബേ സേ സഡേ ഖേത്ത്, വയൽ, അങ്ങാടിയോട് ചേർന്ന് കിടക്കുന്ന വയൽ. വയലിൽ നിന്നും പറയണ്ട. സമയം സബേരെ 9 ബജെ. എപ്പോഴാ നമ്മൾ പറയുന്നുണ്ട്? സ്കൂളിലേക്ക് ഒരു നേരത്തെ ഇറങ്ങുന്നുണ്ട് വീട്ടിൽ നിന്ന് പറയുന്നുണ്ട്. സീധे स्कूल नहीं जाते हैं, बीर बहूटियों को भोजने के लिए कस्बे से सड़े खेतों में जाते हैं എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് സമയം എപ്പോൾ വെച്ചത്? സബേരെ 9 ബജെ വെച്ചത്. പാത്രം, ഇവിടുത്തെ കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് പറയാം. ആകെ ആര് ഉള്ളൂ? ആകെ ബേലയും സാഹിലും എന്ന് പറയുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ. നോക്കൂ, കസ്ബെ എങ്ങനെയാണ് ടീച്ചർ ദൃശ്യ വിവരണം എഴുതിയിരിക്കുന്നത് നോക്കൂ. कस्बे से सड़े खेतों में करीब 10 साल के 2 बच्चे घुटने पर बैठकर जमीन में कुछ खोज रहे हैं. क्रियापद അവസാനിച്ചിരിക്കുന്നത് നോക്കൂ, खोज रहे हैं. कस्बे से सड़े खेतों में, അങ്ങാടിയോട് ചേർന്ന് കിടക്കുന്ന വയലുകളിൽ, കരീബ്, കരീബ് മനെ ലഘുഭഗ്, ഏകദേശം 10 साल के 2 बच्चे, 10 വയസ്സുള്ള 2 കുട്ടികൾ. ആ 2 കുട്ടികൾ ആരാണെന്ന് നമുക്കറിയാം. ആരൊക്കെയാ? സാഹിലും ബേലയുമാണ് അല്ലെ? ഗുഡനെ പെർ ബൈഡ്കർ, ഗുഡനെ പെർ ബൈഡ്ന എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി ഇരിക്കുക. മുട്ടുകുത്തി ഇരുന്നിട്ട് ജമീൻമേ, തറയില്, കുച്ച് ഖോജ് രഹേ ഹെ, എന്തോ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തെരഞ്ഞുകൊണ്ടിരിക്കുന്നു, താത്കാലിക വർത്തമാനകാലം. അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിയയാണിത്. ഖോജ് രഹേ ഹെ, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂൾ വർദ്ധി പെഹ്നേ, അവരവിടെ ഇങ്ങോട്ട് പോവുകയാണ്, സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്കറിയാം അവരുടെ ഡ്രസ് എന്തായിരിക്കും? സ്കൂൾ വർദ്ധി, സ്കൂൾ യൂണിഫോം ആണ് അവർ ധരിച്ചിരിക്കുന്നത്. ദോനോ की पीठ पर उनके बस्ते लदे हैं, कंधों पर टंगे होते हैं. 2 പേരുടെയും പുറത്തായിട്ട്, അതാ ഞാൻ പറഞ്ഞത്, പ്രത്യേകമായ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതും എഴുതണം. ദോനോ की पीठ पर, 2 പേരുടെയും പുറത്തേക്ക് അവരുടെ ബാഗ് ലദേ ഹോത്തേ ഹെ, കിടപ്പുണ്ട്. കന്ധോ ബർ ടംഗേ ഹോത്തേ ഹെ, ചുമലിലൂടെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഹോത്തേ ഹെ, കണ്ടോ? ക്രിയാപദങ്ങൾ നോക്കുക എങ്ങനെ അവസാനിപ്പിച്ചിരിക്കുന്നതിന്. ഇവിടെ ഞാൻ പെഹനേ ഹെ എന്നാണ് എഴുതിയത്, ആസന ഭൂതകാല ക്രിയ. ബേല കെ ബാൽ ലാൽ റിബൺ സെ ബാന്ധേ ഹെ, ഇതും ആസന ഭൂതകാല ക്രിയയാണ്. എന്താണ്? ബേലയുടെ മുടി എന്തുകൊണ്ട് കെട്ടിയിരിക്കുന്നു? ചുമന്ന റിബൺ കൊണ്ടാണ് കെട്ടിയിട്ടുണ്ട്. വേ ഏക ദൂസരേക്ക് ബഹുത് നസ്ദീക് രഹക്കർ, അവര് ഒരാൾ മറ്റൊരാളോട് ഏറ്റവും നസ്ദീക് രഹക്കർ, ചേർന്നിരുന്നിട്ട്, ബാരിഷ് കെ ഗന്ധ ഭരി ഭൂരി ജമീൻ പർ, മഴ പെയ്ത് ഉള്ള, മഴയുടെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന, ഭൂരി ജമീൻ പർ, തവിട്ട് നിറത്തിലുള്ള മണ്ണിലേക്ക്, അതായത് മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന മണ്ണിന്റെ ഒരു നിറം, അതിലേക്ക് खोजते हैं, തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. दोनों बहुत खुशी पर है, 2 പേരുടെയും മുഖത്തുള്ള സാധനം എന്താണ്? खुशी पर है, 2 പേരും സന്തോഷത്തിലാണ്. ഇനി നോക്കൂ, അവിടെ നിന്ന് ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സാഹിബ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ളതാണ് സാഹിബ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നോക്കൂ, പേരെഴുതി നമ്മൾ ഇത് ഇട്ടതിന് ശേഷം, ചിഹ്നം കൊടുത്തതിന് ശേഷം വേണം മുഖത്തെ ഭാവം എഴുതാൻ. ഉത്സാഹസേ, വളരെ ആഹ്ലാദത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി എന്താ പറയുന്നത്? देखो बेला, इस बीर बहूटी का रंग तुम्हारे रिबन के जैसा लाल है. देखो बेला, നോക്കൽ വേല, ഈ ബീർ ബഹൂട്ടിയുടെ രംഗ്, നിറം എന്ന് പറയുന്നത്, തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹെ, നിന്റെ റിബൺ പോലെ ചുമന്നതാണല്ലോ. ബേല ഖാമോഷ് രഹതി ഹെ, അവിടെ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? ബേല ഖാമോഷ് രഹതി ഹെ, ബേല നിശബ്ദയായിരിക്കുന്നു. സാഹിൽ ആശ്ചര്യസെ, അവൾ നിശബ്ദയായി, ഉത്തരവൊന്നും കിട്ടാതെ വന്നപ്പോൾ അത്ഭുതത്തോടുകൂടി. തുമ്നെ കുറിച്ച് സുനാ ബേല, നിനക്ക് എന്തെങ്കിലും, നീ എന്തെങ്കിലും കേട്ടോ ബേല? ബേല ചക്കിത് ഹോക്കർ, ചക്കിത് ഹോക്കർ മാനെ ഞെട്ടിയിട്ട്, എന്താവും കേട്ടത്? ആ സുന ചക്കിത് ഹോക്കർ, കേട്ടോ. ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിടണേ.
हाँ सुना കേട്ടു എന്താ കേട്ടത് പെഹലി ഗണ്ടി ലഗ് ഗയി ഹെ ആദ്യത്തെ ബെല്ലടിച്ചു ഫസ്റ്റ് ബെല്ലടിച്ചു അതുകൊണ്ടാണ് ആൾ ഞെട്ടിയത് ഫസ്റ്റ് ബെല്ലടിച്ചപ്പോൾ എവിടെ ഇരിക്കുന്നതേ ഉള്ളൂ ഖേത്തിലിരിക്കുന്നതേ ഉള്ളൂ അല്ലേ അപ്പൊ സാഹില് പരേശാൻ സേ പരിഭ്രാന്തിയോട് കൂടി പരേശാൻ സേ ലേക്കിൻ മുझे पेन स्याही भी भरवानी है दुकान से എന്താ പക്ഷെ എനിക്ക് പേനയും മഷിയും ഒഴിക്കണമല്ലോ ഇവിടെ നിന്ന് കടയിൽ നിന്നും ബേല तो जल्दी चलो साहिल എന്നാ വേഗം പോകാം സാഹിൽ दोनों स्कूल की तरफ झट से जाते हैं രണ്ടുപേരും സ്കൂളിലേക്ക് തിടുക്കപ്പെട്ട് പോകുന്നു നോക്കൂ കുട്ടികളെ അപ്പൊ ഈ വയലിലെ സംഭവം ഇവിടെ അവസാനിച്ച് രണ്ടുപേരും എങ്ങോട്ട് മാറുകയാണ് ഈ സ്ഥലം ചേഞ്ച് ചെയ്യപ്പെടുകയാണ് അല്ലെ ആ സ്ഥലത്ത് നിന്ന് അവര് സ്കൂളിലേക്കുള്ള റോഡിലേക്ക് കയറുകയാണ് അതുകൊണ്ട് ഇവിടം കൊണ്ട് എത്രയും വരെ നിങ്ങൾ എഴുതിയെങ്കിൽ മാത്രമേ ഇതിന്റെ ഇത് പൂർണ്ണമാവുകയുള്ളൂ ദൃശ്യ സമാപ്തം ഒന്നാമത്തെ ദൃശ്യം അവിടെ അവസാനിച്ചു മനസ്സിലായോ നിങ്ങൾക്ക് എങ്ങനെ എഴുതുന്നതെന്ന് എങ്ങനെയാണ് പട്കഥ എഴുതുന്നത് എന്നുള്ളത് വായിച്ചു നോക്കുക നന്നായി മനസ്സിലാക്കുക ടെക്സ്റ്റ് ബുക്കിലുള്ള പല സെന്റൻസുകളും നിങ്ങൾക്ക് ഇതിലേക്ക് കോട്ട് ചെയ്ത് എഴുതാവുന്നതാണ് ഡയലോഗുകളും എഴുതാവുന്നതാണ് ആകെ നമ്മൾ കുറച്ച് ഈ ഭാവങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണമെന്നേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് എഴുതുന്നതെന്നും ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്കോഴ്സാണ് പട്കഥ എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ പട്കഥ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരുടെയും നോട്ട്ബുക്കിൻ്റെ അകത്ത് ഇത് എഴുതിയെടുക്കുക നോട്ട്സ് തരുന്നത് അന്നന്ന് ക്ലിയറാക്കി പോവുക ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ് 10 BA 10 EA 10 F ആണ് ഞാൻ പറയുന്ന കുട്ടികൾ എനിക്ക് നോട്ടിട്ട് തരേണ്ടി വരും ഞാൻ പറയുന്ന ക്ലാസ് നമ്പേഴ്സ് അതുകൊണ്ട് ഏതൊരു നിമിഷവും ഞാൻ ചോദിക്കും അതിനുവേണ്ടി എല്ലാവരും റെഡിയായി തയ്യാറായി